വെള്ളിയാഴ്ച ആയിട്ട് രാവിലെ തന്നെ ഒരു ഓർഡർ പോയി വന്നു. ഓർഡർ പോയ കഥ ഭയങ്കര രസമാണ്. ഇതിപ്പോൾ നിങ്ങളോട് എന്തിനാ പറഞ്ഞാൽ അറിയാം. ബൂഫിയ അതേമാതിരി കഫ്തീരിയുള്ള ഡെലിവറി ചെയ്യുന്ന ആളുകളുണ്ടല്ല, അവരുടെ ശ്രദ്ധയ്ക്കുള്ള ഒരു ചേട്ടാ എന്താ രാവിലെ തന്നെ കിട്ടിയ പണിയാണ്. ഒരു ഓർഡർ പോയിട്ട് പൈസ ഇല്ല, കൊടുക്കില്ല എന്ന് എനിക്ക് വാശി, ചെന്നക്കായും വാശി അവർക്ക് വാങ്ങുന്നു. ആശ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടും തള്ളായി, അടിയായി, 2 കുത്തുവട കിട്ടി, മുഖത്തൊക്കെ തുപ്പി. ഇതൊക്കെയാണ് അവസ്ഥ. ആളുകൾ നോക്കുന്നുണ്ട്. ഷോപ്പിൻ്റെ ഉള്ളിൽ പോയിട്ട് പറഞ്ഞുതരാം. പറഞ്ഞു വന്ന കാര്യം ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ ഡെലിവറി പോകുമ്പോൾ ബൂഫിയ അതേമാതിരി കഫ്തീരയിലൊക്കെ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ചില ആളുകൾ ഡെലിവറി ചെയ്യുമ്പോൾ തന്നെ അവരെ ഉദ്ദേശം പൈസ തരാണ്ട് വാങ്ങാന്നുള്ള ഉദ്ദേശത്തോടെ വാങ്ങൽ വിളിക്കാറ്. അതുപോലെ വിളിച്ചാൽ രാവിലെ തന്നെ വന്ന് ഫസ്റ്റ് ഓർഡർ വന്ന് 30 റിയാലിൻ്റെ ഓർഡർ, ഇപ്പോൾ 33 റിയാലിൻ്റെ ഓർഡർ. ലൊക്കേഷൻ വിട്ടെന്ന് കറക്റ്റ് ലൊക്കേഷനിൽ എത്തിയപ്പോൾ അവിടെ വീട് നമ്പർ പറഞ്ഞെന്ന്, വീട് നമ്പർ പറഞ്ഞത് തെറ്റാണ്. അപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ട്, ഇത് ഫേക്കാണോ. അവർ അടുത്തൊരു വണ്ടി നിർത്തിയിട്ടുണ്ട്. അതിന് ഒരുത്ത 2 പയ്യന്മാരാണ്. ഒരുത്തവൻ ഇറങ്ങി എന്നാണ്ട് സലാം ചൊല്ലി അസ്സലാമു അലൈക്കും തയ്യബ് നല്ല സൗകര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് ഹിസാബ് ചോദിച്ചു. 33 റിയാലെന്നും പറഞ്ഞ് പിന്നെ പറഞ്ഞ് സാധനം കൊണ്ടാകും. ഞാൻ ആദ്യം പൈസ കൊണ്ടാകും, എന്നിട്ടൊന്നും സാധനം തരുള്ളൂ. അതിന് കവർ പിടിച്ചാൽ ഞാൻ കവർ പിടിച്ച് അവനും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിയും വലിയായി. അപ്പോൾ അടുത്ത ആൾ ഇറങ്ങി വന്നു, അവൻ എന്നെ പിടിച്ച് ആദ്യം ഒരു അടി അടിച്ച്. അപ്പോൾ ഞാൻ നോക്കി, ഇതൊക്കെ കണ്ട് അപ്പുറം 2-3 ആൾക്കാർ ഇങ്ങനെ നോക്കി, വലിയ ആൾക്കാർ. നമ്മുടെ നാട്ടിലാണെങ്കിൽ പിടിച്ച് വെക്കാനാണ് വരും. ഇവിടെ പിന്നെ സ്വന്തം കാര്യങ്ങളാണ്. അപ്പോൾ ഡെലിവറി പോകുന്നത് ശ്രദ്ധിക്കുക. ലാസ്റ്റ് ആരും തോറ്റി, ഞാൻ തന്നെ തോറ്റി. എൻ്റെ വാശിയാണ്. ചില ടൈം സാധാരണ ഞാൻ അതിന് നിൽക്കാറില്ല. എന്ത് പൈസ എല്ലാം അങ്ങനെ കൊടുത്ത് ഒഴിവാക്കല. മലയാളന്മാരെ കണ്ട് തെറി കേട്ടാലും ചില മലയാളന്മാർക്ക് അറിയാം, ഈ ഫീൽഡിൽ വർക്ക് ചെയ്ത മലയാളന്മാരുണ്ടല്ലോ, അവർക്കറിയാം ചില ആൾക്കാർ പൈസ തരൂല. അപ്പോൾ ചിലവർ കരാന്ന് പറഞ്ഞാൽ നിൽക്കും, ഇതിനെ കൊടുത്ത് പൈസ ഇല്ലാണ്ട് കൊടുത്ത്. പക്ഷെ അത് അവൻ്റെ അവസ്ഥ നമുക്ക് അറിയില്ലല്ലോ. അടി കിട്ടും, മുഖത്തൊക്കെ തുപ്പും. ഇതൊക്കെ കണ്ട് നിൽക്കും ആളുകൾ, ആരൊന്നും പറയില്ല. ചില നേരത്തെ നമുക്ക് ഇങ്ങനെ ഓരോന്ന് തോന്നും, ഇത് ഇങ്ങനെ കടികളെ കിട്ടുമ്പോൾ പണ്ടാളെ നിർത്തിപ്പോയാലാണ്. പിന്നെ ഈ ലോണ്, ഈ കടം, ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോഴല്ല വീട് നിന്ന് പോകുമ്പോൾ അവസാനം സാധനം കൊടുക്കേണ്ടി വന്ന് 2 അടിയും കിട്ടി. വേണ്ട, ഇത് വലിച്ച് കയറുകയും ചെയ്ത്. ഇത് സ്റ്റിച്ച് ചെയ്യാൻ ചിലപ്പം 10 റിയാൽ പാകിസ്ഥാനിയാണ്ട് വാങ്ങും. അതാണ് അവസ്ഥ. തണുപ്പല്ലേ, കോട്ടില്ലാണ്ട് നടക്കില്ല. നമ്മളെ മലയാളി ഫ്രീ ആയിട്ട് തന്ന കോട്ടിയാട്ടാ, ആ കോട്ടാണ്. ചില മലയാളിമാർ പിടിക്കും, പൈസ പിടിക്കും. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിത്തമല്ല, പൈസ ഇല്ലാണ്ട് കൊടുക്കരുതുണ്ട. പിന്നെ നമ്മളെ മലയാളി പിന്നെ കടയിലില്ല. അതുകൊണ്ട് പിന്നെ ഇതിപ്പോൾ വീഡിയോ കാണുമ്പോഴോ മലയാളം അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് അറിയില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഡെലിവറി പോകുന്ന ആൾക്കാരുണ്ടല്ല, കഴിയുന്നതും പൈസ ഒന്നുമില്ലെങ്കിലും ശമ്പളത്തിന് പിടിച്ചാലും വേണ്ടിയില്ല, കൊടുത്ത് ഒഴിവാക്കുക. അവനവൻ്റെ ശരീരം നോക്കുക, തടി കാക്കുക. ഈ ഭ്രാന്തന്മാർക്ക്, അതായത് കുരുത്തമ്പട്ട പിള്ളേരാവും, ജോലിയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടാവും. ഈ ഓരോ കേസ് പെട്ടിട്ട് ജോലി ഗവൺമെൻറ് പിരിച്ചു വിട്ടിട്ടുണ്ടാവും. ഈ ഗവൺമെൻറ് പിരിച്ചുവിട്ട് അവർക്ക് ജോലിയൊന്നും ഉണ്ടാവില്ല. അവർ ഭക്ഷണം കഴിക്കുന്ന ഇതേപോലെ ഹോട്ടലുകളിലൊക്കെ പോയിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യും, പൈസ ഇല്ലാണ്ട് തിന്നുക. ഇത് ഇങ്ങനൊരു സ്ഥലത്തേക്കാണ്. ആ ഏരിയയിൽ വേറെ വീടുകൾ 1-2 വീടുള്ളൂ. സാധനം കൊണ്ട കൊടുത്ത് അടിയും കിട്ടി, സാധനം പോയി. ഞാൻ തോറ്റി, എൻ്റെ വാശി തോറ്റിട്ടാ. വാശി പിടിച്ചാൽ ഞാൻ സാധാരണ കൊടുത്ത് ഒഴിവാക്കലാണ്. ശമ്പളത്തിന് പിടിച്ചാലും എന്തായാലും കുഴപ്പമില്ല. പക്ഷേ ഇതെന്തോ മനസ്സിൽ ചില ടൈമിലുണ്ടല്ലോ നമുക്ക് ഓരോരോ പ്രഷർ, കൊടുക്കില്ല എന്നുള്ള ആ ഒരു ചിന്തയിൽ കൊടുക്കില്ല എന്ന് വാശി ഞാൻ പിടിച്ച്. അവരെ വാങ്ങുമെന്ന് ഉറപ്പിച്ച് വന്ന ആൾക്കാരാണ്. അവർക്ക് ഇല്ലാണ്ട് നടക്കില്ല, അവർക്ക് ഭക്ഷണം കഴിക്കണം, ഇരിക്കില്ല. അപ്പോൾ ഇതാണ്, ഒരാൾ നമ്മളൊന്നും പറയാമെന്നുണ്ടാവില്ല, പിടിച്ച് വെക്കാനോ സമാധാനിപ്പിക്കാനൊന്നും ഉണ്ടാവില്ല. അടി നമ്മൾ കൊള്ളേണ്ടി വരും. അപ്പോൾ 2 അടി ഇവിടെ ഇങ്ങനെ വേദന ഉണ്ട്. സംഭവം അപ്പോൾ കരച്ചിലൊക്കെ വന്ന്, ഇപ്പോൾ വേണ്ടില്ലാന്ന് തോന്നി. അതുകൊണ്ട് കൊടുത്ത് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. എന്താവശ്യത്തിന് വെറുതെ ഒരു കാര്യമില്ല. വീട്ടിൽ നിന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ സുഖം, നല്ല സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടുന്ന് ഈ മജ്ബൂസും മറ്റേതും ബർഗറൊക്കെ തിന്നുന്ന ഫോട്ടോ മാത്രമല്ലേ വിടുള്ളൂ. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ആരും വിടൂലല്ല സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ വിളിക്കുമ്പോൾ ചോദിക്കും, എന്താ സുഖം, നല്ല സുഖമാണ്, എന്ത് സുഖം.
ഡ്യൂട്ടിക്ക് വന്ന് അരമണിക്കൂറുകൾ രണ്ടടി കിട്ടി, ഷർട്ട് കീറി. ഇതാണ് സുഖം. ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല കേട്ടാ, ഈ ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഈ ഡെലിവറി പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ഉള്ള അനുഭവങ്ങളാണ്. മുഖത്തേക്ക് തുപ്പുക, അടി കിട്ടുക, പൈസ തരാണ്ട് വാങ്ങിപ്പോവുക. ചില മുതലാളിമാരൊക്കെ കുഴപ്പമുണ്ടാവില്ല. ചിലതൊക്കെ മറ്റേ ഈ അതേമാതിരി കീത്ത, അവർക്കൊക്കെ പിന്നെ പൈസ ഡെലിവറി ചെയ്തോണം, അവർ സാധനം കൊടുത്ത് പോയാൽ മതി. അവർക്ക് പിന്നെ പൈസ കൊടുക്കാണ്ട് സാധനം പോകില്ല. നമ്മളത് പിന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയാലേ പൈസ കിട്ടും. ചിലപ്പോൾ ഷബക്കടിക്കില്ലെങ്കിൽ ചിലവർ പൈസ പൈസ ഇല്ലാതെ വിളിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഉദ്ദേശം ഇത് തന്നെയാണ്, തിന്നുക, എങ്ങനെയെങ്കിലും വേറെ നടക്കുക, വിശപ്പ കറ്റുക. അല്ലെങ്കിൽ നമ്മളും പെട്ടു. സാധാരണ ഞാൻ പെടില്ല, ഇന്ന് ഞാൻ പെട്ടു. പക്ഷെ കുവൈത്തിൽ നിന്ന് ഒരുപാട് ഇതേമാതിരിയൊക്കെ ഉണ്ടായിട്ടാ. ഇന്നലെ ഞാൻ നിൻ്റെ കൂട്ടുകാർ കുവൈത്തിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ പനോട് പറഞ്ഞു, അവിടെ നല്ല സുഖടാ, ഇവിടെ പിന്നെ കച്ചറ പിള്ളേരൊന്നും ഇല്ല. അപ്പോൾ അവൻ തിരിച്ചാണ് ആകെ ശരിയായിക്കോളെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വല്ലാത്ത തിണ്ടി, അവനെ നാവില്ലാത്ത നാവന്നെ. അവൻ പറയലേ അതൊക്കെ ശരിയാവുന്നു. അവൻ പറഞ്ഞ് 3 ദിവസമായിട്ടുള്ളൂ, കിട്ടി, അടി കിട്ടി. ഇപ്പം എന്താ 33 റിയാലും പോയി. ഷർട്ട് ഇനിയിപ്പോൾ ഇത് അടിക്കണം എന്നുണ്ടെങ്കിൽ 10 റിയാൽ വേറെ കൊടുക്കണം. അങ്ങനെ 43 റിയാലായ ടെൻഷൻ മാറി. ഈ 2 ദിവസം ഇങ്ങനെ ഈ അടി കിട്ടിയ ടെൻഷൻ ഇല്ല, അതുണ്ടാവും. വേദന ഇല്ല, ഒരു എന്തോ ഒരു അതാണ് തോറ്റൊരു ടെൻഷൻ ഉണ്ടല്ല. വാശി പിടിച്ചിട്ട് കൊടുക്കൂലെന്ന് പറഞ്ഞ്, പക്ഷെ അവരെ വാശി നമ്മൾ തോറ്റുപോയി. ആ ഒരു ടെൻഷൻ അങ്ങനെ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത്, ഡെലിവറി പോകണേ കറക്റ്റ് സാധനം കൊണ്ട് അങ്ങനെ കൊടുത്ത് ഒഴിവാക്കുക. അടി കിട്ടിയാലും വേണ്ടി അല്ലെ അടി കിട്ടാണ്ടിരിക്കുക, അവരാണ് ശരിയെന്ന് നോക്കുക. വേറെ 10-20 റിയാൽ പോകും, അത് പോയിക്കോട്ടെ നിൽക്കുക. എന്നാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ. ശ്രദ്ധിക്കുക. കിട്ടിയപ്പോൾ കണ്ണിന്നൊക്കെ വെള്ളം പൊട്ടിയിട്ടാണ്. പെട്ടെന്നൊരു അടി ഇങ്ങനെ കിട്ടില്ലേ, അപ്പോൾ ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വേദന ഉണ്ടെന്ന് ഈ ഭാഗത്ത് ഇങ്ങനെ 2 ആൾക്കാരുണ്ട്, പിടിച്ച് വലിച്ച്. ചെക്കന്മാരെ ഇങ്ങനത്തെ പരിപാടി, വലിയ ആൾക്കാരൊന്നും ഈ പരിപാടിക്ക് നിൽക്കില്ല. ഇതിനായിട്ട് നിൽക്കുന്ന ആൾക്കാരല്ലേ. എന്താ ചെയ്യുക, ഇതൊക്കെ തന്നെ പ്രവാസല്ലേ. അപ്പോൾ ഏറെക്കുറെ ബൈ.